أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ഓക്കെ, നമ്മൾ അർറുബാഇയുൽ മുജറദു, സുലാസി മുജറദും സുലാസി മസീദ് ഫീഹിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സുലാസി മുജറദ് 5 എണ്ണം, സുലാസി മസീദ് ഫീഹി 14 എണ്ണം. 14ഉം 5ഉം 19 എണ്ണം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സുലാസി റുബാഇ മുജറദും അതുപോലെ റുബാഇ മസീദ് ഫീഹിയും ആണ്. റുബാഇ മുജറദ് എന്ന് പറഞ്ഞാൽ 4 അക്ഷരം ബേസിക് ആയിട്ടുണ്ടാവും. സുലാസി എന്ന് പറഞ്ഞാൽ ഇതിൽ 3 എണ്ണമായിരുന്നു. സലാസത്ത് 3, അർബഅത്ത് 4. ഇവിടെ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 3 എണ്ണം ആയിരുന്ന സ്ഥാനത്ത് 4 എണ്ണം ഉണ്ടാവും. മുജറദ് എന്ന് പറഞ്ഞാൽ സായിദയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 4 ലെറ്ററുകൾ ഉള്ളത്, അതിൽ സായിദയായി ഒന്നും വന്നിട്ടില്ല. എന്നാൽ റുബായി മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ 4 അക്ഷരം ബേസിക് ആയിട്ട് അതിലുണ്ടാകും. 1, 2 അക്ഷരങ്ങൾ സായിദ വരും. 1 വരും, ചിലപ്പോൾ 2 എണ്ണം വരും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 6 അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ഒരു ഫിഅലിലും ഉണ്ടാവുകയില്ല. 3 അക്ഷരങ്ങളെക്കാൾ കുറവ് ഒരു ഫിഅലിലും ഉണ്ടാവില്ല. 2 അക്ഷരമുള്ള ഫിഅലും ഉണ്ടാവില്ല. 7 അക്ഷരം അങ്ങോട്ട് 8, 9 അങ്ങനെ അങ്ങോട്ടുള്ള അക്ഷരങ്ങളുള്ള ഫിഅലുകളും ഉണ്ടാവില്ല. അപ്പോ റുബാഇ മുജറദ് എന്ന് പറഞ്ഞാൽ 4 അക്ഷരം മാത്രമുള്ളത്. ഇവിടെ 2 എണ്ണേ ഇതായിട്ട് വരും. ഒന്നിരിക്കും ഒരക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരം. സുലാസിയിൽ ഒരക്ഷരം സായിദയുള്ളതും ഉണ്ടായിരുന്നു, 2 അക്ഷരങ്ങൾ സായിദുള്ളതും 3 അക്ഷരങ്ങൾ സായിദുള്ളതും ഉണ്ടായിരുന്നു. 3 ഐറ്റം ഉണ്ടായിരുന്നു. ഇവിടെ 2 ഐറ്റം നോക്കാം. അമ്മർ റുബാഇയുൽ മുജറദു, അപ്പോൾ റുബാഇ മുജറദ് ഫഹുവ ബാബുൻ വാഹിദുൻ, അത് ഒരേ ബാബാണ്, ഒറ്റ ബാബുള്ളൂ, കൂടുതലൊന്നുമില്ല. സുലാസി മുജറദ് 5 എണ്ണം നമ്മൾ പറഞ്ഞു, ഇതൊന്നുള്ളൂ. അതേതാ? നഹ്വ് ഇതുപോലെ ഫഅലല, ഫഅലല. നമ്മൾ ഫഅല എന്നാണ് അടിസ്ഥാനപരമായിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ലാം അധികാന്ന് വിചാരിക്കരുത്. മുമ്പ് കഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ ഒരു ലാം കാണാം, അത് അധികം. ഇഫ് ഔ അല, അതുപോലെ ഇഫ് അല്ല, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ലാം അധികം വന്നതാ. ഇവിടെ അതല്ല, ഇത് രണ്ടും അസ്ലിയായ ലാമാണ്. ഇപ്പൊ ഫാ ഫിയല്, ഐൻ ഫിയല്, 1ാമത്തെ ലാം ഫിയല്, 2ാമത്തെ ലാം ഫിയല് എന്നാ പറയുക. അസ്ലിയാണ്, ഒന്നും അധികമല്ല. അപ്പോൾ അതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ദഹ്റജ കണ്ടോ, ദാല്, ഹ, റ, ജീം. അപ്പോൾ അതിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫഅല ആയതുകൊണ്ട് ഫഅലല. നമുക്കൊരു
ലാം അധികമെന്ന് നമുക്ക് തോന്നിപ്പോവും, അത് നോക്കണ്ട. അത് അസ്ലിയാണ്. ഒന്നാം ലാം ഫെയില്, രണ്ടാം ലാം ഫെയില് എന്ന് അതിന് പേര് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ നഹ്വ് ഏതുപോലെ നോക്ക് നിങ്ങൾ. ഫഅലല യുഫഅലിലു, ഫഅലലതൻ വഫിഅലാലൻ, രണ്ട് മസ്തർ വരും കേട്ടോ. ഫഅലല യുഫഅലിലു, മുളാരി യുഫഅലിലു. ഫഅലലതൻ എന്നും മസ്തർ വരും. വഫിഅലാലൻ, ഫിഅലാലൻ എന്നും മസ്തർ, രണ്ട് മസ്തർ വരും. ഫഹുവ മുഫഅലിലുൻ, ഇസ്മു ഫായില് മുഫഅലിലുൻ. വഫുഇലില മജ്ഹൂൽ ട്ടാ, ഫുഇലില. യുഫഅലലു മജ്ഹൂല്, മുളാരി മജ്ഹൂൽ. മസ്തർ രണ്ടെണ്ണം, ഫഅലലതൻ വഫിഅലാലൻ. ഫഹുവ മുഫഅലലുൻ, ഇസ്മു മഫ്ഊൽ ആയപ്പോൾ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ കൊടുത്തു. ഇസ്മു ഫായിലാകുന്ന സമയത്ത് അവസാനത്തിന് മുമ്പുള്ള എനിക്ക് കസ്ര കൊടുത്തു. അൽ അംറു മിൻഹു ഫഅലിൽ വന്നഹിയു ലാ തുഫഅലിൽ. നഹ്വു ദഹ്റജ യുദഹ്രിജു ദഹ്റജതൻ വദിഹ്റാജൻ. ഉണ്ടോ? ദഹ്റജ യുദഹ്രിജു ദഹ്റജതൻ വദിഹ്റാജൻ ഫഹുവ മുദഹ്രിജുൻ. വദുഹ്രിജ യുദഹ്റജു ദഹ്റജതൻ വദിഹ്റാജൻ ഫഹുവ മുദഹ്റജുൻ. അൽ അംറു മിൻഹു ദഹ്രിജ്, അംറു നോക്ക് നിങ്ങൾ, ദഹ്രിജ്. വന്നഹിയു ലാ തുദഹ്രിജ്. നമ്മൾ അഫ്അല സർഫാക്കിയിരുന്നല്ലോ, അതേപോലെ തന്നെ. പക്ഷെ അഫ്അലൻ്റെ മുളാരിയിൽ യുഫ്ഇലു എന്നാണ് വരിക. അഫ്അല യുഫ്ഇലു. സുലാസി മസീദ് ഫിഹിയിലെ ഒന്നാമത്തെ ബാബ്. ഇവിടെ ദഹ്റജ യുദഹ്രിജു ദഹ്റജതൻ വദിഹ്റാജൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒറ്റ ബാബുള്ളൂ, സിമ്പിൾ അല്ലേ? വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്കിനി ചെറുതാക്കാൻ കഴിയില്ല. അഫ്അലിനെ നമുക്ക് ആ എന്നുള്ളത് വെട്ടിയിട്ട് ഫഅല എന്നുള്ളതിലേക്ക് കൊണ്ടുപോകാം. ഫഅല എന്നുള്ളതിനെ അയിനും വെട്ടിക്കളഞ്ഞ് ഫഅലയിലേക്ക് കൊണ്ടുപോകാം. ഫഅലയിൽ അലിഫ് വെട്ടി അങ്ങനെ കൊണ്ടുപോയിട്ട് മൂന്നെണ്ണത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ഈ നാലെണ്ണം അസ്ലി ആയിരിക്കും, ബേസിക് ആയിരിക്കും. അതിനൊന്നും കളഞ്ഞു പോകാൻ പറ്റില്ല. ഓക്കെ, ഇതൊന്ന് സർഫാക്കിയ സൽസല, ഇതേ രൂപത്തിലാട്ട് വരിക. സൽസല, زلزل يزلزل زلزلة وزلزالا فهو مزلزل. وزلزل يزلزل زلزلة وزلزالا فهو مزلزل. ഓക്കെ, വെരി ഗുഡ്. കാശിഫ, വസ്വസ, വസ്വസ. ആ ആ വസ്വസുൻ. ഓക്കെ, ജുമാന സൽസല മാലി ഒന്ന് സർഫാക്കിയ. സൽസല സൽസല സൽസലു. സൽസൽത്ത. ഓക്കെ,
ഫായിസ യുസൽസിലൊന്ന് സർഫാക്കിയ മുലാരി ട്ടാ. അല്ല അതല്ല, യുസൽസിലു യുസൽസിലാനി യുസൽസിലൂന, നമ്മുടെ മുലാരി മുലാരി മാത്രം. ഞാൻ പറഞ്ഞ അതായത് നമ്മളിപ്പോ ഇതിന്റെ മാലയാണ് ഇപ്പോ ജുമാന സർഫാക്കിയത്. സൽസല സൽസല സൽസലു. ഏതുപോലെ നമ്മൾ ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമ ഫഅൽതും. അതേപോലെ യഫ്അലു യഫ്അലാനി യഫ്അലൂന എന്ന് നമ്മൾ മുദാരി സർഫാക്കും. അതേപോലെ ഇവിടെ യുസൽസിലു യുസൽസിലാനി യുസൽസിലൂന, തുസൽസിലു തുസൽസിലാനി യുസൽസിൽന, തുസൽസിലു തുസൽസിലാനി തുസൽസിലൂന, തുസൽസിലീന തുസൽസിലാനി തുസൽസിൽന, ഉസൽസിലു നുസൽസിലു. ഇങ്ങനെയാണ് മുദാരി വരിക. മറന്നു വരുതേ. ഓക്കെ അല്ലേ? നിത എല്ലാവരും ഓക്കെ അല്ലേ? ഫൈസ ആ നമ്മൾ മുദാരി എന്ത് ചെയ്യണം? ഇതിപ്പോൾ മാലിയും മുദാരിയും അംറും നെഹിയും ഒക്കെ പാടെ കൂടിയ ഒരൊറ്റ സർഫാക്കലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഓരോന്നും എന്ത് ചെയ്യും? ഇപ്പം നീ അംറും സർഫാക്കും. അതേപോലെ ദഹ്രിജ് എന്നാണ്. ദഹ്രിജ് ദഹ്രിജ ദഹ്രിജു ദഹ്രിജി ദഹ്രിജ ദഹ്രിജ്ന. ഇസ്മു ഫായിലാകുമ്പോൾ മുദഹ്രിജുൻ മുദഹ്രിജാനി മുദഹ്രിജൂന, മുദഹ്രിജത്തുൻ മുദഹ്രിജത്താനി മുദഹ്രിജാത്തുൻ. ഇസ്മു മഫൂലാകുമ്പോൾ മുദഹ്റജുൻ മുദഹ്റജാനി മുദഹ്റജൂന, മുദഹ്റജത്തുൻ മുദഹ്റജത്താനി മുദഹ്റജാത്ത് മുദഹ്റജാത്തുൻ. അതുപോലെ മുസ്ലിമുൻ മുസ്ലിമാനി മുസ്ലിമൂന, മുസ്ലിമത്തുൻ മുസ്ലിമത്താനി മുസ്ലിമാത്തുൻ. അതുപോലെ ഫായിലുൻ ഫായിലാനി ഫായിലൂന, ഫായിലത്തുൻ ഫായിലത്താനി ഫായിലാത്തുൻ. മഫ്ഊലുൻ മഫ്ഊലാനി മഫ്ഊലൂന, മഫ്ഊലത്തുൻ മഫ്ഊലത്താനി മഫ്ഊലാത്തുൻ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മീസാനിൽ അവസാനം പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഒക്കെ വരും. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് സുലാസിയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ബാബുകളേ ഉള്ളൂ. സുലാസിയാണ് കൂടുതൽ വരിക. നമ്മളിതിൻ്റെ സ്ട്രക്ചേഴ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ ഓരോ ബാബുകളും ഓരോ വചനങ്ങളും ഇന്ന രൂപത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്. നോക്കാം അടുത്തത്. അർ-റുബാഇയുൽ മസീദു ഫീഹി. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ റുബാഇ സുലാസി ബേസ് ചെയ്തുകൊണ്ടുള്ള ഫീലുകളുടെ വ്യത്യസ്ത ഇനങ്ങൾ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത് പോലെ തഫ്സീറിലും ഹദീസിലും ഖുർആനിലും ഒക്കെ നമ്മൾ ഇത്തരം ഭാഗങ്ങൾ കാണുന്ന സമയത്ത് അത് ഏത് അക്ഷരമുള്ള എത്ര അക്ഷരമുള്ള ഫീലാണ്, മസീദാണോ അതുപോലെ മുജറദാണോ സുലാസിയാണോ റുബാഇയാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? എടുക്കാൻ പറ്റും. അർ-റുബാഇയുൽ മസീദു ഫീഹി വ അമ്മർ റുബാഇയുൽ മസീദു ഫീഹി. അപ്പോൾ മസീദ് ഫീഹിയായ റുബാഇയെ ഫഹുവ അലാ സലാസതി അഖ്സാമിൻ. അത് 3 ഓഹരികളുടെ മേലാണ്. 3 ഓഹരികളാണ്. അൽ ബാബുൽ അവ്വൽ ഒന്നാമത്തത് തഫഅലല. തഫഅലല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫഅലല പിന്നെ ഓൾറെഡി 4 അക്ഷരം, അതിൻ്റെ അസ്ലിയായ 4 അക്ഷരം. അപ്പോൾ അതിനേക്കാൾ ഒരു ത എന്തായിട്ടുണ്ട്? ഇവിടെ അധികം വന്നിട്ടുണ്ട്. തഫഅലല തഫഅലല യതഫഅലലു തഫഅലുലൻ ഫഹുവ മുതഫഅലിലുൻ. തുഫഉലില യുതഫഅലലു
തഫഅലുലൻ ഫഹുവ മുത്തഫഅലലുൻ. സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഒരു ഇതനുസരിച്ച് വരുമ്പോൾ ഉണ്ടാവും. ഇസ്മു ഫായിലാകുമ്പോൾ അവസാനത്തിന് മുമ്പ് കസ്ർ, ഇസ്മു മഫൂലാകുന്ന സമയത്ത് അവസാനത്തതിന് മുമ്പ് ഫത്ഹയും. തഫഅലലുൻ അൽ അംറു മിൻഹു തഫഅലൽ വന്നഹിയു ലാ തതഫഅലൽ. അപ്പോൾ ഉദാഹരണം നഹ്വു പോലെയാണ്, ഇതുപോലെയാണ്. തദഹ്റജ യതദഹ്റജു തദഹ്റുജൻ ഫഹുവ മുതദഹ്രിജുൻ. തുദുഹ്രിജ, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. തുദുഹ്രിജ. മറ്റേത് നമ്മൾ ദുഹ്രിജ എന്നായിരുന്നു. ഇവിടെ താ ഉണ്ടായതുകൊണ്ട് തായും നമ്മ കൊടുത്തു, ദാലിനും നമ്മ കൊടുത്തു. തുദുഹ്രിജ യുതദഹ്റജു തദഹ്റുജൻ ഫഹുവ മുതദഹ്രിജുൻ. മുതദഹ്റജുൻ, അവിടെ മുതദഹ്റജുൻ എന്നാക്കണേ. കണ്ട, രണ്ട് മുതദഹ്രിജുൻ എന്നാലും കൊടുത്തിരുന്നു. ഇവിടെ 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 മുതദഹ്റജുൻ എന്നാണ്. ഓക്കെ അല്ലേ? സ്മൂഫൂൽ അല്ലേ അത്? തദഹ്റജുൻ അൽ അംറു മിൻഹു തദഹ്റജ് വന്നഹിയു ലാ തതദഹ്റജ്. മുളാരി നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അംറ് നിർമ്മിക്കാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഇതിൻ്റെ മുളാരി കണ്ടില്ലേ? യതദഹ്റജു എന്നാണ്. അതിൽ മുളാറത്തിൻ്റെ ലെറ്റർ ആയിട്ടുള്ള യാഇനെ കളഞ്ഞപ്പോൾ അവിടെ ഉള്ള അക്ഷരം താ ആണ്. താഇന് ഹർക്കത്തുണ്ട്, താഇനിക്ക് ഹർക്കത്തുണ്ട്. പിന്നെ അത് അങ്ങനെ ഓൾറെഡി അങ്ങനെ നിലനിർത്തി അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ തദഹ്റജ് എന്നാക്കി. നേരെ നോക്ക് നിങ്ങൾ, ദഹ്റജ യുദഹ്രിജു എന്നാണ്. യുദഹ്രിജു എന്നാണ് അതിൻ്റെ മുളാരി. അവിടെയും മുളാറത്തിൻ്റെ ലെറ്റർ ആയിട്ട് വരുന്ന യായിനെ നമ്മൾ കളഞ്ഞപ്പോൾ പിന്നെ ഉള്ള അക്ഷരം ദാലാണ്. ദാലിനിക്ക് ഹർക്കത്ത് ഫത്ഹയാണ്. അതിന് അതേപോലെ തന്നെ നിലനിർത്തി. ഹർക്കത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടി വരിക? കസ്റാക്കപ്പെട്ട അലിഫൊക്കെ കൊടുക്കേണ്ടി വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് മീസാനിൽ. പിന്നെ നെഹിയാണെങ്കിലും മുളാരി എന്നാണല്ലോ നെഹി ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇതുകൊണ്ട് കൊടുത്തു, ലാ തുദഹ്രിജ്. ഇവിടെ ലാ തതദഹ്റജ്. മുളാരി എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു. ക്ലിയർ അല്ലേ? നിത പറ. തവസ്വസ എന്ന് സർഫാക്കി നോക്കി. ഇതേപോലെ തവസ്വസ യതവസ്വസു. നിത അതിൻ്റെ അമ്പറൊന്ന് മാത്രം സർഫാക്കാൻ പറ്റുമോ? തവസ്വസ് അമ്പർ മാത്രം. യെസ്, വെരി ഗുഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതും. കൂടുതലും വിശദീകരിക്കേണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അൽ ബാബു സാനി, രണ്ടാമത്തെ ബാബാണ്. ഇഫ് അൻ ലല. ഇഫ് അൻ ലല. കാശിഫ പറ, ഇവിടെ ഏതൊക്കെയാണ് അധികം വന്നിട്ടുള്ളത്? എത്ര ലെറ്റർ അധികം വന്നു? ഏതെല്ലാം? ഏതൊക്കെയാ? അലിഫും നൂനുമാണ് അവിടെ സായിദ. ഓക്കെ അല്ലേ ഫൈസ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അലിഫും നൂനും.
അപ്പൊ നോക്ക് നിങ്ങൾ ഇഫ് അൻ ലല, അതിന്റെ മുതാരി യഫ് അൻ ലിലു. ഇഫ് ഇൻ ലാലൻ ഫഹുവ മുഫ്അൻ ലിലുൻ. വഫ്ഉൻ ലില യുഫ്അൻ ലലു. ഇഫ് ഇൻ ലാലൻ ഫഹുവ മുഫ്അൻ ലലുൻ. അൽ അംറു മിൻഹു ഇഫ് അൻ ലിൽ. ഇതിന്റെ അമ്രൂക്ക് നിങ്ങൾ മുദാറത്തിന്റെ അക്ഷരം കളഞ്ഞപ്പോൾ യാ എന്നുള്ളത് കളഞ്ഞപ്പോൾ സുക്കൂനാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഒരു കസ്ർ വെക്കപ്പെട്ട ഒരു അലിഫ് കൊടുത്തു, ഇഫ് അൻ ലിൽ. കണ്ട, മറ്റോടത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു. മറ്റോടത്ത് എന്തായിരുന്നു, നേരെ മുദാറത്തിന്റെ ലെറ്റർ കളഞ്ഞു വന്നാൽ, കളഞ്ഞു പോയാൽ അവിടെയുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ടായപ്പോൾ അതേപോലെ നിലനിർത്തി. ഇവിടെ അങ്ങനെ നിലനിർത്താൻ പറ്റില്ല, സുക്കൂനാണ്. എഫ് അൻ ലിലു എന്നുള്ളതിൽ യായിനെ കളഞ്ഞാൽ, മുദാറത്തിന്റെ ലെറ്റർ ആയിട്ട് വരുന്ന സമയത്ത് യായിനെ കളഞ്ഞാൽ അവിടെ സുക്കൂനാണ് വരുന്നത്. അപ്പോൾ സുക്കൂന് കൊണ്ട് അറബിയിൽ തുടങ്ങാൻ പ്രയാസമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു അലിഫിന് കൊടുക്കണമല്ലോ അമ്രിന്. ആ അമ്രിന് കൊടുത്ത അലിഫാണ് ഇഫ് അൻ ലിൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? മാറിപ്പോയതേ. ഇഫ് അൻ ലിൽ വന്നഹിയു ലാ തഫ്അൻ ലിൽ. നഹ്വു ഇഹ്റൻജമ, ഇഹ്റൻജമ, യഹ്റൻജിമ. ഉണ്ടോ, ഹർജമ എന്നായിരിക്കും റുബായി മുജറദ് പോലെ, ഹർജമ. അതിന് അലിഫും നൂനും അധികം വന്ന് ടോട്ടൽ റുബായി മസീദ് ഫീഹി ആയി 6 ലെറ്ററുകളായി. ഇഹ്റൻജമ, യഹ്റൻജിമു, ഇഹ്റിൻജാമൻ ഫഹുവ മുഹ്റൻജിമുൻ. വഹ്റുൻജിമ, യുഹ്റൻജമു, ഇഹ്റിൻജാമൻ ഫഹുവ മുഹ്റൻജമുൻ. അൽ അംറു മിൻഹു ഇഹ്റൻജിം വന്നഹിയു ലാ തഹ്റൻജിം. സിമ്പിളാണ്. ഇഹ്റൻജമ, ഹർജമയിൽ 2 അക്ഷരം അധികം വന്നു. ഇതേപോലെ നമുക്ക് ദഹറജ സർഫാക്കുന്ന സമയത്ത് ഇത് ദഹറജ എങ്ങനെ ഇതേ രൂപത്തിൽ വരും, ഇത് ഹൻ റജ അല്ലേ, ഇത് ഹൻ റജ, ഇത് ഹൻ റിജു, ഇത് ഹിൻ രാജൻ ഫഹുവ മുദ്ഹൻ റിജുൻ. വദുഹുൻ റിജ, യുദ്ഹൻ റജു, ഇത് ഹിൻ രാജൻ ഫഹുവ മുദ്ഹൻ റജുൻ. അൽ അംറു മിൻഹു ഇദ്ഹൻ റിജ് വന്നഹിയു ലാ തദ്ഹൻ റിജ്. യെസ്, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, പ്രശ്നമില്ലല്ലോ. മാലി സർഫാക്കുമ്പോൾ മാറിപ്പോരുതേ. ഇഹ്റൻജമ, ഇഹ്റൻജമ, ഇഹ്റൻജമു, ഇഹ്റൻജമത്, ഇഹ്റൻജമത, ഇഹ്റൻജംന, ഇഹ്റൻജംത, ഇഹ്റൻജംതുമ, ഇഹ്റൻജംതും, അങ്ങനെ വരും. ഇനി അംറ് വരുമ്പോൾ ഇഹ്റൻജിം, ഇഹ്റൻജിം, ഇഹ്റൻജിമ, ഇഹ്റൻജിമു, ഇഹ്റൻജിമി, ഇഹ്റൻജിമ, ഇഹ്റൻജിംന. ഒന്നുകൂടി പറയട്ടെ, അടുത്തതും കൂടി പറയട്ടെ. യെസ്, അൽ ബാബു സാലിഹ്, മൂന്നാമത്തെ ബാബ്. ഇഫ് അലല്ല, ഇഫ് അലല്ല. ജുമാന ഇതിൽ ഏതൊക്കെ അധികം വന്നിട്ടുണ്ട് പറഞ്ഞ? അലിഫ് 1, പിന്നെ അപ്പൊ 3 അധികം വന്നോ?
ഒരു ലാമും ഒരു അലിഫും ഒരു ലാമും. ഇഫ്അലല്ല, അതായത് ലാസ്റ്റത്തെ ലാം കേട്ടോ, ലാസ്റ്റത്തെ ശ്രദ്ധ വെക്കപ്പെട്ട ലാമിലെ ഒന്ന്. ഇഫ്അലല്ല യഫ്അലില്ലു ഇഫ്ഇല്ലാലൻ ഫഹുവ മുഫ്അലില്ലുൻ വഫ്ഉലില്ല യുഫ്അലല്ലു ഇഫ്ഇല്ലാലൻ ഫഹുവ മുഫ്അലല്ലുൻ അൽ അംറു മിൻഹു ഇഫ്അലില്ല വന്നഹിയു ലാ തഫ്അലില്ല. നഹ്വു യഖ്ശഅറ യഖ്ശഇറു. ഇതിലെ റുബായി മുജറദ് ഏതാ വരിക? കാശിഫ. റുബായി മുജറദ് ഇതിലേതിൽ ഏതാ വരിക? ഇഖ്ശഅറ എന്നുള്ളതിൽ. ഏതാണ്? ഖശ്അറ. ഓക്കെ, ഖശ്അറ. ഓക്കെ, ഓക്കെ അല്ലേ ഫൈസ? ഖശ്അറ. പിന്നെ ഇത് ചേർന്നപ്പോൾ എന്ത് ചെയ്തു? ഇഖ്ശഅറ എന്നായി, രണ്ടെണ്ണം അധികം വന്നു. ഇഖ്ശഅറ യഖ്ശഇറു ഇഖ്ശിറാറൻ ഇഖ്ശിറാറൻ ഫഹുവ മുഖ്ശഇറുൻ വഖ്ശുഇറ യുഖ്ശഅറു ഇഖ്ശിറാറൻ ഫഹുവ മുഖ്ശഅറുൻ അൽ അംറു മിൻഹു ഇഖ്ശഇറ വന്നഹിയു ലാ തഖ്ശഇറ. ആ മൂന്നെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടുത്ത ദിവസം പറയാം. എൽ ബാബാനിൽ മുത്തഫരിയാനി എന്നുള്ളത്. ഇവിടെ നോക്ക്, റുബായിൽ മുജറദു ദഹ്റജ, ദഹ്റജ യുദഹ്റജു. റുബായിൽ മസീദു ഫീഹി തദഹ്റജ യതദഹ്റജു ഒന്നാം ബാബ്, ഇഹ്റഞ്ചമ യഹ്റഞ്ചിമു രണ്ടാം ബാബ്, യഖ്ശഅറ യഖ്ശഇറു മൂന്നാം ബാബ്. എന്തൊരു സംശയം ഉണ്ടോ? പറയും. കുഴപ്പമില്ലല്ലോ. അപ്പം 19 23 ബാബുകൾ ഒന്നിച്ച് പറയാൻ പറ്റുമോ? 23 ബാബുകളും ഒന്നിച്ച് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ.
സുലാസി മുജറദ് 5 എണ്ണം കണ്ട. ളറബ യളിരിബു, നസറ യൻസുറു, ഫതഹ യഫ്തഹു, സമിഅ യസ്മഉ, കറുമ യക്റുമു. ഈ 5 എണ്ണം അത് ജസ്റ്റ് ഒന്ന് നോക്കി. ആ 5 എണ്ണം ഓർത്ത് നോക്കാൻ കഴിയില്ലേ? പറയും. ഒന്ന് ഫഅല യഫ്ഇലു വസ്ൻ ട്ടോ, ഫഅല യഫ്ഇലു. പിന്നെ ഫഅല യഫ്ഉലു. ഈ ഉദാഹരണം പഠിച്ചാൽ മതി, എന്നാൽ പിന്നെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫഅല യഫ്ഉലു രണ്ടാമത്തെ. മൂന്നാമത്തത് ഫഅല യഫ്അലു, ഫതഹ യഫ്തഹു. നാലാമത്തത് ഫഇല യഫ്അലു, സമിഅ യസ്മഉ. 5 കറുമ യക്റുമു, കറുമ യക്റുമു, ഫഉല യഫ്ഉലു. ഈ 5 എണ്ണം ഒക്കെ അല്ലേ? അല്ലേ ജുമാന, ഫൈസ? എന്താ പറയാത്ത? 5 എണ്ണം പറഞ്ഞൂടെ? ഓർത്തു പറഞ്ഞൂടെ? മാലിയിൽ ഐൻഫീലിന് ഫത്ഹുള്ള 3 എണ്ണം. ഫഅല, ലറബ, നസറ, ഫതഹ എണ്ണം. അതിന് 3ന്റെയും ഫത്ഹയാണ്. പക്ഷെ മുലാരിയിൽ വ്യത്യാസമുണ്ട്. ലറബ യളിരിബു എന്നാണ്, നസറ യൻസുറു എന്നാണ്, ലമ്മാണ് സ്വാദിനിക്ക്, ഐൻഫീലിനിക്ക്. ഫതഹ യഫ്തഹു ഫത്ഹയാണ് തായിനിക്ക്. പിന്നെ സമിഅ ഐൻഫീലിനിക്ക് കസ്റാണ് മാലിയിലെ, അതൊറ്റ രൂപം. സമിഅ യസ്മഉ. ഐൻഫീലിനിക്ക് ലമ്മുള്ളത് ഒറ്റ രൂപം. കറുമ യക്റുമു. ഇങ്ങനെ 5 എണ്ണം. ഈ 5 എണ്ണം നമ്മൾ മറന്നുപോയി. അജ്നാസുൽ കുബറയിൽ നമ്മൾ പറയും, അത് കുറച്ചും കൂടിയും ഇതിൻ്റെ വിശദീകരണം ഉണ്ടാവും, അപ്പോൾ അത് മാറിപ്പോയത്. ഈ 5 എണ്ണം ആണ് അറബി ഭാഷയിൽ കൂടുതലും വരുന്ന സുലാസി മുജറദ്. വളരെ അപൂർവങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അത് നമ്മൾ അജ്നാസുൽ കുബറ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള കിതാബിൽ പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മാറിപ്പോവില്ലോ ജുമാന, ഫൈസ? പിന്നെ ഈ ഐൻഫീലിനൊക്കെ കസ്റാകുക, ഫത്ഹാകുക, ലമ്മാവുക എന്നുള്ളത് ഈ സുലാസിയിലേ വരുള്ളൂ. പിന്നെ നമ്മൾ സുലാസി മസീദ് ഫീഹിയിൽ മുജറദിൽ മാത്രമേ ഈ പ്രത്യേകത ഉള്ളൂ. മസീദ് ഫീഹി ഒക്കെ ഒരേപോലെ തന്നെ. അത് ഏത് വന്നാലും ഈ പറയപ്പെടുന്ന 14 രൂപ നമുക്ക് കാണാം. അക്രമ, അക്രമ യുക്രിമു. അവിടെ കണ്ടങ്ങൾ, അത് കറുമ എന്നായിരുന്നു അതിൻ്റെ മാതി. അത് ഇവിടെ വന്നപ്പോൾ അക്റുമ എന്നല്ല പറയാം, അക്രമ എന്നല്ല. സമിഅ എന്നാണെങ്കിലും അസ്മഅ എന്ന് തന്നെ പറയാം. ഫതഹ എന്നാണെങ്കിലും അഫ്തഹ എന്ന് പറയാം. ലറബ എന്നാണെങ്കിലും അലറബ എന്ന് പറയാം. ഇതിൽ ഐൻഫീൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊന്നും വരില്ല. ഈ ഒരു ഫോം മാത്രം. അക്രമ യുക്രിമു 1, ഫറജ യുഫരിജു 2, ഫറജ, ഖാതല യുഖാതിലു 3. അപ്പോൾ ഒരക്ഷരം അധികമുള്ളത് 3. ഒറ്റ അക്ഷരം അധികമുള്ളത് 3. അക്രമ, ഫറജ, ഖാതല. ഇനി 2 അക്ഷരം അധികമുള്ളത് അത് തബാഅദ യതബാഅദു 1, തകസ്സറ യതകസ്സറു 2, ഇൻഖതഅ യൻഖതിഉ 3, ഇജ്തമഅ യജ്തമിഉ 4, ഇഹ്മറ യഹ്മറു 5. ഈ 5 എണ്ണം ടോട്ടലി 5 അക്ഷരം ഉണ്ട്. 3 എണ്ണം അസ്ലിയും 2 എണ്ണം സായിദും. പിന്നെ പറയുന്നത് 6 അക്ഷരമുള്ളതാണ്. അത് 6 എണ്ണം വരും. 6 അക്ഷരം, ടോട്ടലി 6 അക്ഷരം, സായിദ് 3 അക്ഷരം, അസ്ലിയും 3 അക്ഷരം. 3+3. ഇസ്തഖ്റജ, ഇസ്തഖ്റജ യസ്തഖ്രിജു ആണ്. 6 അക്ഷരം കാണാൻ നിങ്ങൾക്ക്.
ഇഹ്മാറ ഇഹ്മാറു, യഴ്ശൗശബ യഴ്ശൗശിബു, ഇജ്ലവ്വദ യജ്ലവ്വിദു 4, ഇക്അൻസസ യക്അൻസിസു 5, ഇസ്ലൻഖാ യസ്ലൻഖി 6. ഇങ്ങനെ 6. അപ്പോൾ 6ഉം 5ഉം 11ഉം 3ഉം 14 സുലാത്തി മസീദ്. സുലാത്തി മുജറദ് 5, 14ഉം 5ഉം 19. ഇങ്ങനെ 19 സുലാസി എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അവിടെ 19. അപ്പൊ ഇത് മാറിപ്പോയി. അപ്പൊ ഇതിലുള്ളതും റുബായി മസീദ് ഫീഹിയും തമ്മിൽ ഒരു സാമ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. അല്ലെങ്കിൽ പിന്നെ അത് തോന്നിച്ചിട്ട് മറുപടി പറയേണ്ടതില്ല. ഏതെങ്കിലും സാമ്യത തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇഹ്റഞ്ചമയും ഇക്അൻസസയും തമ്മിൽ സാമ്യത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇഹ്റഞ്ചമ ഇക്അൻസസ രണ്ടിലും ഇഫ് അല്ലല്ലേ വരുന്നേ? രണ്ടിലും ഇഫ് അല്ലല്ലാണ് വരുന്നല്ലേ? പക്ഷെ ഒന്നില് ലാം ഫീൽ അധികമാണ്. ഏതില്? സുലാസി മസീദ് ഫീഹിയിൽ ഇപ്പം ഈ പറഞ്ഞപ്പെട്ട ഈ കാൻസസയിൽ ഒരു സീന്, ലാസ്റ്റത്തെ സീൻ അധികമാണ്. മറ്റോടത്ത് അങ്ങനെയല്ല. ഇഹ്റഞ്ചമ എന്ന് പറയുമ്പോൾ അസ്ലിയാണ്. ഇഹ്റഞ്ചമ ഹർജമ എന്നല്ലേ സുലാസി, സോറി റുബായി മുജറദ്. അപ്പോൾ ഇത് രണ്ടും ലാസ്റ്റത്തെ സെയിം ലെറ്റർ ആയിരിക്കും വരിക. സിസു സസ എന്നങ്ങനെ വരും. മറ്റേടത്താണല്ല, ജമ എന്നാണല്ലേ. നമ്മൾ സർഫാക്കുന്ന ഒരു സ്റ്റൈല്, ഒരു രൂപത്തിന് വേണ്ടി അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. രണ്ടും അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 14ഉം 5ഉം 19. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ റുബായി മുജറദ് 1ഉം റുബായി മസീദ് ഫീഹി 3. അങ്ങനെ 19ഉം 1ഉം 20ഉം 3ഉം 23. ഈ 23 ബാബുകളാണ് നമ്മൾ ഈ കിതാബിൽ പറയും. ഇനി 23 പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി കൂടെ? ഓക്കെ, അപ്പോൾ സുലാസി മൊത്തം കഴിഞ്ഞു. ഇനി ഓക്കെ, പിന്നെ ഓക്കെ, വെരി ഗുഡ്, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. 23 ആയി.
കാശിഫാക്ക് പറഞ്ഞൂടെ? ഇതേപോലെ പറയാൻ പറ്റുമോ? ഫൈസ, ജുമാന. നാളെ പറയാം അല്ലേ? അടുത്ത ദിവസത്തേക്ക് പറയും. ഒന്നും പറയാത്ത പറയുന്നു വെക്കുക അല്ലേ? ഇൻഷാ അല്ലാ. പിന്നെ എന്നാ പറ. ഇതിലുള്ള സുലാസി മുജറദുകൾ, സുലാസി മസീദ് ഫീഹി, റുബായി മുജറദും മസീദ് ഫീഹിയും ഉണ്ടെങ്കിൽ അവകളും പറയാം. വേഗം പറയാം, സമയം കുറച്ചുള്ളൂ. ഫസ്റ്റ് വരിയിൽ ഉണ്ടോ? ഫീലുകളില്ല ഫസ്റ്റ് വരിയിൽ? ഏത്? കാല കാലുണ്ട്. ഓക്കെ. പിന്നെ ഫസല ഫീലാണ്. ഓക്കെ. പിന്നെ ഒരു ഇസ്മ ഫായിൽ ഉണ്ടാവില്ലേ? യെസ്, മുബത്തലി കും എന്ന് നോക്കണ്ട, അത് മുബത്തലി ഇബുത്തല എന്നാണ് കേട്ടോ ഫെയിൽ വരിക. നമ്മൾ ഇൻഷാ അല്ലാ മറ്റന്നാ എടുക്കാൻ പോകുന്ന ഭാഗത്തിലുള്ള ഒരു ഏരിയയാണ് അത്. ഏത്? ഇല്ലത്തിൻ്റെ ലെറ്റർ നമ്മളവിടെ പറയുമ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ ഇബുത്തല എന്നാണ്. ഇബുത്തല എന്നുള്ളത് ഏത് വസനായിരിക്കും നിങ്ങളെ അഭിപ്രായത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇബുത്തല അത് സുലാസി മസീദ് ഫീയിലെ ഏത് വസനായിരിക്കും? അതാ പറയാ നിദ. ഇഫ്താല. ഓക്കെ, ഇഫ്താല എന്നാണ് പേര് കേട്ടോ. ഇഫ്താല അതിൻ്റെ ഇസ്മു ഫായിലാണ് മുബത്തലി. പിന്നെ അടുത്തത് നീല് ഫെയിലും ഉണ്ടെങ്കിൽ പറയാൻ പറയും. ശരിബ ഫഈല. ഓക്കെ. പിന്നെ ലം യത്അം. ലം യത്അം. ഓക്കെ. പിന്നെ ലൈസ ഫെയിലാണ്. അത് നമ്മൾ ഈ രൂപത്തിൽ കൂട്ടുന്ന ഒരു ഫീലല്ലത്. ഇപ്പോൾ ആദ്യം മുലാരിയാവും, അംബ്രാകും, നെഹിയാകും, അങ്ങനത്തെ ഒരു ഇതിൽ പെടുന്നതല്ല. അതിന് ജാമിദായ ഫീൽ എന്നാ പറയാം. അത് ഒരേ രൂപത്തിൽ. ഇപ്പം ലൈസ മുലാരി എലീസു എന്ന് പറയില്ല.
ലൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ മാലി അത് കണ്ടിട്ടുണ്ടല്ലോ. ഫഅല ഒന്നിലേക്ക് അയിൻ ഫീലിനൊക്കെ എന്തായിരിക്കും? ഫത്ഹായിരിക്കും, അല്ലെങ്കിൽ കസ്റായിരിക്കും, അല്ലെങ്കിൽ ഒമ്മായിരിക്കും. ഇവിടെ ഒരു സുഖമല്ലല്ലോ ലൈസ. ഇത് മാലി സർഫാവും കേട്ടോ. ലൈസ ലൈസ, ലൈസു ലൈസത്ത്, ലൈസത്ത, ലസ്ന ലസ്ത, ലസ്തുമ, ലസ്തും, ലസ്തി, ലസ്തുമ, ലസ്തുന്ന, ലസ്തു, ലസ്ന, അങ്ങനെ അത് സർഫാവും. പക്ഷെ മുളാരിയും അമ്രൊന്നും അതിനുണ്ടാവില്ല. ഇങ്ങനെ ജാമിദായ ഫീലിംഗ് പറയാം. അത് ഗ്രാമർ നമ്മൾ ഖത്തറിനത പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയും. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി ഉണ്ടല്ലോ അതിൽ കുറെ. യഗ്തറഫ, അതേതാ സുലാസി? ഏത് ബാബ വരിക? ഇഫ്താല കേട്ടോ, ഇഫ്താല ഇഫ്താല. ഓക്കെ, പിന്നെ ഇനിയുണ്ടായില്ല സുലാസി. ഏതാ? ആ പിന്നെ ഉണ്ടായില്ലേ? ജാവസ, അതേതാ? ഏത് വചന വരിക? ഫഅല. ആ ഓക്കെ, പിന്നെ എല്ലാവരും മനസ്സിലാക്കണല്ലേ? ഫായിസ, കാശിഫ, ജുമാന, ക്ലിയർ അല്ലേ? ജാവസ, പിന്നെ ആമന ആമന ആമനു. ഓക്കെ, പിന്നെ ത്വാക്കത്ത് ഏതാ ഫീല്? ത്വാക്കത്ത് ഏതാ ഫീല്? ഫീലാണോ? അതിതാണ്, അത് ഇസ്മാണ് കേട്ടോ. ത്വാക്കത്ത് കഴിവ് എന്നൊക്കെ പറയില്ല. ത്വാക്കത്ത് ഫഅല എന്നുള്ള വചനക്ക് തോന്നിപ്പോയില്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിലും അതിൽ ലാന്നെങ്ങനെ വരിക? ലാന്ന് വരും, മാ എന്നല്ലേ വരിക അല്ലേ? പിന്നെ ഹാത്ത അല്ല വരിക, മറ്റേ താണ് വരിക. ഹാത്ത ശരിക്കും എന്തല്ല, ഒരു അതിൻ്റെ അസ്ലിയായ ഒരു ലെറ്റർ അല്ല. അത് അസ്ലിയായി വരുന്ന ലെറ്റർ വരുന്നത് താ, അങ്ങനെ വരും. ഓക്കെ, പിന്നെ പാല, പിന്നെ യളുന്നുന, ലന്ന യളുന്നു, യളുന്നു യളുന്ന, യളുന്നു യളുന്നാനി യളുന്നൂന. ഓക്കെ, പിന്നെ ഗലബത്ത്. ഓക്കെ, പിന്നെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ അല്ലേ അതിൽ? അടുത്ത ആയത്തിൽ ആ പിന്നെ ആ അഫ്രീഖ എന്താ? എന്തിൻ്റെ നമ്പർ? എന്തിൻ്റെ നമ്പർ? ഏതാ അതിൻ്റെ മാതിയായ ഫീൽ വരിക? ആ അഫ്അല യുഫ്ഇലു, അഫ്റഗ യുഫ്രിഗു, അതിൻ്റെ നമ്പർ അല്ലേ? ഓക്കെ, ഗുഡ്. പിന്നെ അടുത്ത ഇനി ഉണ്ടല്ലോ ഇതിൽ
എന്താ സബ്ബിത്ത് എന്താ ഏതാണ് ഫഅലന്റെ അമ്ര സബ്ബത്ത യുസബ്ബിത്തു അതിന്റെ അമ്ര സബ്ബത്ത യുസബ്ബിത്തു അതിന്റെ അമ്രാണ് സബ്ബിത്ത് നീ സ്ഥിരപ്പെടുത്തണം അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങൾ സ്ഥിരപ്പെടുത്തണം വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ ഓക്കേ സബ്ബിത്തു അംർ അത് ദുആണ് അങ്ങനെ ഫഹസമു മാവി ബിഇذനില്ലാഹി വഖതല ദാവൂദു ജാലൂത വആതാഹു ല്ലേ ആത മാലി വഅല്ലമഹു അല്ലമ മിമ്മ യശാ വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض فسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين മുർസലീൻ അതെന്താ മുർസലീൻ ഇസ്മഫുലാണ് അത് വരിക അർസല യുർസിലുന്റെ ഇസ്മഫൂല് ഇതേപോലെ എല്ലാവരും പറയണം. ഇപ്പൊ നമ്മൾ 23 ഫീലുകളെ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഫീല് മിസ്സാവല്ല. ഇനി ഒരു 2-3 ബാബ് പറഞ്ഞ ബാബുള്ളൂ. പക്ഷെ അതൊന്നും അധികം വരാത്തതാണ്. നമുക്കിനി എവിടെ കണ്ടാലും ഫീലുകൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴും ഹദീസ് പഠിക്കുമ്പോഴും ദർസ് പഠിക്കുമ്പോഴൊക്കെ ഓരോ അറബി പദങ്ങൾ കാണുമ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, ഇതേതാണ് പദം, ഇതേതാണ്, ഇസ്മാണോ ഫീലാണോ ഹർഫാണോ, ഫീലാണെങ്കിൽ ഏത് ഫീലാണ്, ഇസ്മാണെങ്കിൽ ഏത് തരം ഇസ്മാണ്, നെക്കിറയാണോ മാരിഫയാണോ, നമ്മൾ തക്കുൽ ലിസാൻ കഴിഞ്ഞാണ്. അങ്ങനെ ഓരോന്നോരോന്നും ഇതാക്കി പോകാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. എവിടെ വിമാന ഫൈസ ഉഷാറാക്കി. നാളെ മറ്റേ ഉസ്താദ് ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്ന് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, ശരി.